പന്തളം രാജപ്രതിനിധിയായി ശബരിമലയിൽ എത്താൻ കഴിഞ്ഞത് ജന്മപുണ്യമായി കാണുന്നതായി രാജപ്രതിനിധി പുണർദം നാൾ നാരായണവർമ്മ. മണിമണ്ഡപത്തിൽ നിന്നുള്ള അയ്യപ്പന്റെ എഴുന്നള്ളിപ്പ് ആനപ്പുറത്ത് തന്നെയാകണമെന്ന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതാണെന്നും ഇതിനായി കൊട്ടാരം നിർവാഹക സമിതി നിയമപരമായ ശ്രമം നടത്തുന്നതായും അദ്ദേഹം അമൃത ടിവിയോട് പറഞ്ഞു. ശബരിമലയിൽ ഇത്തവണ പന്തളം കൊട്ടാരത്തിൻ്റെ രാജപ്രതിനിധിയായി എത്തിയിരിക്കുന്നത് പുണർദം നാൾ നാരായണവർമ്മയാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്തേ തിരുവേനി. ശരണം. ഇത്തവണ രാജപ്രതിനിധിയായി ശബരിമലയിലേക്ക് എത്താൻ കിട്ടിയ അസുലഭ ഭാഗ്യം എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. എന്താണ് ആദ്യം തന്നെ എനിക്ക് പ്രതികരിക്കാൻ? ഭഗവാന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു. മാത്രമല്ല ഇതൊരു മുജന്മ സുഹൃതം തന്നെയാണ്. ഈ പന്തളം അയ്യപ്പൻ്റെ പ്രതിസ്ഥാനീയനായിട്ടുള്ള ആ കുടുംബത്തിൽ വന്ന് ജനിക്കുകയും ഇങ്ങനെ ഒരവസരം വലിയ തമ്പുരാൻ്റെ പ്രതിനിധിയായിട്ട് ശബരിമലയിലെ ചെയ്യേണ്ട ആചാരപരമായ കാര്യങ്ങളെല്ലാം തന്നെ മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ആചാരപരമായ കാര്യങ്ങൾ ചെയ്യുവാൻ നിയോഗിക്കുകയും ചെയ്യുക എന്നത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. അത് ജീവിതത്തിലൊരിക്കൽ കിട്ടുന്ന സൗഭാഗ്യം തന്നെയാണ്, ഭഗവത് പ്രസാദം തന്നെയാണ്. അത് ഒരിക്കലും നമുക്ക് അതിൻ്റെ വില നമുക്ക് കൽപ്പിക്കാൻ സാധിക്കുകയില്ല. അത്രമാത്രം അമൂല്യമായ ഒരു അനുഗ്രഹമാണ്. അങ്ങും ഭഗവാനും നേരിട്ടുള്ള ദർശനം വരാൻ പോകുന്നു. ആ ഒരു ദർശനത്തിലേക്ക് കാത്തിരിക്കുമ്പോൾ അങ്ങേക്ക് എന്താണ്, എങ്ങനെയാണ് ആ ഒരു നിമിഷത്തെ അങ്ങ് നോക്കി? അതെ, നമ്മൾ പന്തളത്ത് നിന്ന് തിരിക്കുമ്പോൾ തന്നെ വലിയ തമ്പുരാൻ്റെ കയ്യിൽ നിന്നും പൂജിച്ച ഉടവാൾ വാങ്ങിക്കഴിയുമ്പോൾ തന്നെ ആ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കുന്നുണ്ട്. ഭഗവാനാണ് നമ്മളെ ഈ 90ഓളം കിലോമീറ്റർ ഈ 2.5 ദിവസം കൊണ്ട് കൂടെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മളെ കാത്തുരക്ഷിക്കുന്ന ആ ഒരു ശക്തിയാണ്. ഒരു തടസ്സങ്ങളുമില്ലാതെ, ഒരു അപകടങ്ങളുമില്ലാതെ നമ്മളെ പൂർണ്ണമായിട്ട് ഒരു ക്ഷീണവും ഒന്നും നമ്മൾ അറിയുന്നില്ല. ഭഗവാൻ നമ്മളെ പമ്പയിൽ എത്തിച്ച് 2 ദിവസം, മകരവിളക്ക് ദിവസം നമ്മൾ ശബരിമലയിൽ എത്തില്ല. അന്ന് ഭക്തജനങ്ങൾക്കാണ് ഭഗവാൻ അച്ഛൻ നൽകിയ ആഭരണങ്ങൾ അണിയിച്ച് ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുന്ന ദിവസമാണ്. അത് 20-ാം തീയതി നട അടയ്ക്കുന്ന ദിവസമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഭഗവാനും പ്രതിസ്ഥാനീയനായ രാജപ്രതിനിധിയും നേരിട്ട് ഒരു സംവദിക്കുന്ന ദിവസമാണ്. അന്ന് നമ്മൾ ഇവിടെ എത്തി. എന്തിനാണ് നമ്മളിവിടെ എത്തിയത്? നമ്മുടെ എല്ലാവർക്കും വേണ്ടി ഭഗവാൻ അയ്യപ്പ സ്വാമിയോട് നമ്മുടെ കാര്യങ്ങൾ പറയുകയും ഭഗവാന്റെ അനുഗ്രഹം സ്വീകരിക്കുകയും അതിനുശേഷം തമ്പുരാൻ പോകുന്നതിന് മുമ്പായിട്ട് ഭഗവാൻ എഴുന്നേൽക്കുകയാണ് വില്യമുമ്പമായിട്ട്, പന്തളത്തേക്ക് ഞാനും വരാം കൂടെ അങ്ങയുടെ പ്രൊട്ടക്ഷനായി എന്നൊരു സങ്കല്പമുണ്ട്. ആ സമയത്താണ് മേൽശാന്തി ഭസ്മം ഇട്ട് ഭഗവാനെ അവിടെ കുടിയിരുത്തുന്നത്. അതുവരെ ഒരു വലിയ അനുഭവങ്ങളാണ്. നേരിട്ട് ഭഗവാനുമായിട്ട് സംവദിക്കുക, നമ്മുടെ കാര്യങ്ങളും നമ്മുടെ അപേക്ഷകളും നമ്മുടെ പ്രാർത്ഥനകളും അത് വ്യക്തിപരമല്ല, എല്ലാവർക്കും വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും എല്ലാ ഭക്തർക്കും വേണ്ടിയും സജ്ജനങ്ങൾക്ക് വേണ്ടിയും ആചാര സംരക്ഷകർക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായിരിക്കും അന്ന് ഭഗവാനോട് നമ്മൾ ചെയ്യുന്നത്. കാരണം എല്ലാം ശരിയാകണം, ഇത് ശബരിമല എന്നും അതിൻ്റെ മഹത്വം നിലനിൽക്കണം, ഭക്തർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഇന്നും ലഭിക്കണം. ഇതൊക്കെയാണ് ആ പ്രാർത്ഥനയിൽ ഉണ്ടാകുക. വിളക്കിന് ശേഷമുള്ള 5 ദിവസക്കാലത്തേക്കുള്ള പൂജകൾ അങ്ങയുടെ നേതൃത്വത്തിലാണ്. ആ ഒരു പൂജകളിൽ പങ്കെടുക്കുന്നതിന് പ്രത്യേക കൊട്ടാരത്തിൽ നിന്നുള്ള പ്രത്യേക തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും പ്രധാനം ശബരിമലയിൽ നമ്മൾ നെയ്യഭിഷേകം ഏറ്റവും അവസാനം കഴിക്കുന്ന നെയ്യഭിഷേകം പന്തളം കൊട്ടാരത്തിൽ നിന്നാണ്. അതുകൂടാതെ പന്തളം ഭഗവാന്റെ ശിരസ് നെയ്യഭിഷേകം കൊണ്ട് ചൂടായി ഇരിക്കുമ്പോൾ ഏറ്റവും അവസാനമായിട്ട് കളഭാഭിഷേകം അത് നമ്മൾ കൊട്ടാരം വകയാണ് മകരം 5-ന് നടത്തുന്നത്. അതിനുവേണ്ടി പ്രത്യേകം തന്നെ മറയൂർ ചന്ദനം കൊണ്ട് നമ്മൾ കളഭം ഉണ്ടാക്കി പന്തളത്തു നിന്ന് തന്നെയാണ് കൊണ്ടുവന്ന് ഇവിടെ അഭിഷേകം കഴിക്കുകയാണ്. അത് വളരെ ഒരു പ്രത്യേകതയുള്ള ഒരു കളഭ അഭിഷേകമാണ്. കാരണം പണ്ട് തൊട്ടേ നമ്മുടെ തിരുവിതാംകൂർ രാജ്യത്തിലേക്ക് നമ്മൾ പന്തളം രാജ്യം ലയിപ്പിച്ചപ്പോൾ തന്നെ ശബരിമലയുടെ കാര്യങ്ങളിലെല്ലാം ആചാരപരമായ എല്ലാ അവകാശങ്ങളും നിലനിർത്തിക്കൊണ്ടാണ് അത് ചെയ്തിരുന്നത്. അന്നും പഴയ കാലങ്ങളിൽ തിരുവിതാംകൂർ രാജകുടുംബം തന്നെ പന്തളം കൊട്ടാരത്തിന് വേണ്ടി സകല ചെലവുകളും നടത്തി ഇതുപോലെ കളഭം നടത്തുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ വന്ന ശേഷം പന്തളം കൊട്ടാരത്തിൽ നിന്ന് പ്രത്യേകം പന്തളം പാലസ് മാനേജിംഗ് കമ്മിറ്റി, പന്തളം കൊട്ടാരം നിർവാഹക സംഘം അതിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ കളഭാഭിഷേകമെല്ലാം നടത്തുന്നത്. പന്തളത്തു നിന്ന് അതിനാവശ്യമായ ചന്ദനം കൊണ്ടുവന്ന് അഭിഷേകം നടത്തുന്നതാണ്. അത് ഏറ്റവും പ്രധാനമായ ഒരു വഴിപാടാണ്. ആണ്ടിലൊരിക്കലേ പണ്ട് കളഭം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ.
അത് പന്തളം കൊട്ടാരത്തിൻ്റെ വകയായിരുന്നു. പിന്നെ കാലക്രമത്തിൽ ആ മാറ്റങ്ങൾ വന്നു. അതിൻ്റെ ഇവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പത്തിലൊക്കെ വ്യത്യാസം വന്നു. പൂജകളും അതുപോലെ അഭിഷേകങ്ങളൊക്കെ കൂടുതലായി. എങ്കിലും ഇപ്പോഴും അവസാനത്തെ ആ അഭിഷേകം പന്തളം കൊട്ടാരത്തിൻ്റെ വക തന്നെയാണ്. പ്രധാനമായി 5 ദിവസത്തെ പൂജ നടക്കുന്നത് മണിമണ്ഡപം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പൂജാ കർമ്മങ്ങളാണ് പ്രധാനമായി നടക്കുക. അതും ഈ കൊട്ടാരത്തിൽ നിന്നെത്തിച്ച പൊടി ഉപയോഗിച്ചാണ് അവിടെ ഇത് വരയ്ക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് കർമ്മങ്ങൾക്കെല്ലാം കൊട്ടാരമാണ് നേതൃത്വം നൽകുന്നത്. ആ മണിമണ്ഡപം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ അതെങ്ങനെ? ശബരിമല ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രമാണ് ശബരിമല ശരിക്കും. എന്നാൽ അയ്യപ്പൻ ശബരിമലയിലേക്ക് ലയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് മണിമണ്ഡപത്തിലാണ് ആദ്യം വന്നിരുന്ന ശേഷമാണ് ശാസ്താ വിഗ്രഹത്തിൽ ലയിക്കുന്നത്. അപ്പം ശരിക്കും മണിമണ്ഡപം മൂലസ്ഥാനം തന്നെയാണ്. എല്ലാ വർഷവും ഈ മകരസംക്രമ നാളിൽ, അതായത് ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്ക് മാറുന്ന ആ സന്ധ്യയിൽ, ആ സംക്രമ സമയത്താണ് ശരിക്കും മകരവിളക്ക് നമ്മൾ ആരംഭിക്കുന്നത്. ഇവിടെ അയ്യപ്പന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം, അയ്യപ്പ ചൈതന്യം വിളയാടുന്ന 5 ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. അതിനാണ് അച്ഛന് രാജകുമാരനായി കാണുവാൻ തയ്യാറാക്കി വെച്ച ആഭരണങ്ങൾ, അതുമായിട്ട് ഭഗവാൻ തന്നെ നമ്മൾ നൽകിയ ഒരു അനുമതിയാണ്. മകരസംക്രമ വേളയിൽ ഞാൻ തപസ്സിൽ നിന്ന് ഉണരുമ്പോൾ ഈ ആഭരണങ്ങൾ ഞാൻ അണിഞ്ഞ് ഭക്തജനങ്ങൾക്ക് ദർശനം നൽകാം, അച്ഛനും ദർശനം നൽകാം. അതിനുവേണ്ടിയാണ് നമ്മൾ പന്തളത്തു നിന്നും ഈ 3 പേടകങ്ങളായിട്ട് തിരുവാഭരണവുമായിട്ട് ശബരിമലയിൽ എത്തുന്നത്. ഇപ്പോഴും മണിമണ്ഡപത്തിൽ 5 ദിവസങ്ങളിലും ആ 5 ഭാവത്തിൽ, ഭഗവാന്റെ 5 ഭാവത്തിൽ ഇവിടെ കളമെഴുതി അതിനുള്ള ഈ പൊടികളെല്ലാം തന്നെ പ്രകൃതിദത്തമായ പൊടികൾ നമ്മൾ റാന്നിയിലുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. കുന്നക്കാട്ട് കുടുംബം അവരാണ് ഇത് ചെയ്യുന്നത്. ആ പൊടികൾ പന്തളത്ത് വെച്ചിട്ട് പന്തളത്തെ തമ്പുരാട്ടി ആണ് ഇത് ഇവിടെ കൊടുക്കുക. മധുര മീനാക്ഷിയാണ് മാളികപ്പുറത്തമ്മ. മാളികപ്പുറത്തമ്മയുടെ മുമ്പിൽ ഭഗവാന്റെ യോദ്ധാസങ്കല്പത്തിൽ അല്ലെങ്കിൽ രാജകുമാരൻ എന്ന നിലയിൽ മേൽമീശയോടുകൂടിയുള്ള തിടമ്പിലാണ് എഴുന്നള്ളിപ്പ് നടക്കുന്നത്. ഈ എഴുന്നള്ളിപ്പ് തന്നെ വളരെ പൗരാണികവും വളരെ പ്രധാനപ്പെട്ടതുമാണെന്നാണ് പണ്ടുള്ളവർ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇടക്കാലത്ത് 2016 ഇവിടെ ഒരു അനിഷ്ട സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ കോടതിയിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരം ഇവിടെ ആന എഴുന്നള്ളിപ്പ് നിർത്തിയിരിക്കുകയാണ്. പക്ഷേ 2018 ദേവപ്രശ്നത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ആന എഴുന്നള്ളത്ത് തന്നെ, ഈ എഴുന്നള്ളത്ത് ഏറ്റവും പൗരാണികവും വളരെ ദിവ്യവുമാണ്. അതുകൊണ്ട് ആനപ്പുറത്ത് തന്നെ ആ എഴുന്നള്ളിപ്പ് പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ട നടപടികൾ കൊട്ടാരത്തിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. 5ാമത്തെ ദിവസം ലാസ്റ്റിലെ കളമെഴുത്ത് ആഭരണഭൂഷിതനായ അയ്യപ്പനാണ്. ആ കളമെഴുത്തിൻ്റെ പ്രത്യേകത, അന്ന് 6ാം ദിവസം ഗുരുതിയുണ്ട്. ആ ഗുരുതിക്ക് മുമ്പായിട്ട് മാളികപ്പുറത്ത് നിന്നും നേരെ ശരംകുത്തിയിലേക്ക് ഭഗവാന്റെ എഴുന്നള്ളിപ്പുണ്ട്. ആ എഴുന്നള്ളിപ്പ് അവിടെ ചെന്ന് അവിടെ നിന്നും ഭൂതനാഥനാണ് ഭഗവാൻ. അപ്പോൾ ഭൂതഗണങ്ങളെ വിളിച്ച് 6ാം തീയതിയിലേക്ക് ഗുരുതിക്ക് വേണ്ടി ക്ഷണിച്ചു കൊണ്ടിരുന്നതിനാലാണ് അവിടെ ചെന്ന ശേഷം വാദ്യമേളങ്ങളൊന്നുമില്ലാതെ തിരിച്ച് എഴുന്നള്ളിക്കുന്നത്. എന്നാൽ തെറ്റിദ്ധാരണാജനകമായ പല കഥകളും ഇത് സംബന്ധിച്ചുണ്ട്. പക്ഷേ അതൊന്നും ശരിയല്ല. ശരിക്കുള്ള കഥ ഇത് തന്നെയാണ്. അപ്പോൾ അത്രമാത്രം വളരെ പവിത്രവും ദിവ്യവുമാണ് ഈ മണിമണ്ഡപത്തിലെ ആചാരങ്ങൾ. അത് കുറച്ച് രഹസ്യ സ്വഭാവമായിരുന്നു പണ്ട്. അതാരും പുറത്തൊന്നും പറയാറില്ല. പക്ഷേ ഇപ്പോൾ അതിൻ്റെ യഥാർത്ഥ എന്താണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് വെളിയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഭക്തജനങ്ങൾ ഇപ്പോൾ മണിമണ്ഡപത്തിലേക്ക് വരുന്നുണ്ട്. ഇവിടെ മണിമണ്ഡപത്ത് ശരിക്ക് അയ്യപ്പ സ്വാമിയുടെ തന്നെ കാര്യങ്ങളാണ്, കളമെഴുത്തും പാട്ടുമാണ് നടക്കുന്നത്. മാളികപ്പുറത്തമ്മ മധുര മീനാക്ഷി സങ്കല്പത്തിൽ പണ്ടവിടെ വിളക്ക് വെപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ ഇപ്പോൾ ദുർഗാഭാവത്തിൽ ഭഗവതിയായിട്ട് മാതൃഭാവത്തിൽ തന്നെ കുടികൊള്ളുന്നു. എന്നും പന്തളം കൊട്ടാരത്തിൻ്റെ രക്ഷയ്ക്കായിട്ടുള്ള പരദേവത തന്നെയാണ് മാളികപ്പുറത്തമ്മയും. തന്നെയാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ, ഒപ്പം തന്നെ മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ആചാരങ്ങൾ, ഒപ്പം തന്നെ ക്ഷേത്രത്തെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ, വരുത്തേണ്ട കാര്യങ്ങൾ, അവയെ സംബന്ധിച്ചാണ് ഇപ്പോൾ തിരുമനസ് അമൃത ടിവിയോട് മനസ്സ് തുറന്നിരിക്കുന്നത്. ക്യാമറമാൻ സനിൽ കുമാറിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, സന്നിധാനം.